ഹായ്, എല്ലാവർക്കും പ്രവീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫിംഗേഴ്സാണ്. ഇത് ടൊമാറ്റോ സോസിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇതുപോലെ ഒരു പാത്രം എടുത്ത് വയ്ക്കുക. ആദ്യം അതിലേക്ക് ഒരു 4 മുട്ട ഉടച്ച് ചേർക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ട നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് ഓയിൽ തടവി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുട്ടയുടെ മിക്സർ ചേർത്ത് കൊടുക്കുക. ഒരു പാനിലേക്ക് ഇതുവരെ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. മുട്ട ഇതുപോലെ എടുത്ത് വയ്ക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ഒരു 8 മിനിറ്റ് ഇതുപോലെ വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ഇത് വെന്ത് വരും. ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് വയ്ക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദാമാവ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു പ്ലേറ്റ് എടുത്ത് വയ്ക്കുക. ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ്, അത് നിങ്ങളുടെ ആവശ്യത്തിന്. ഇനി ഇതുപോലൊരു പാത്രം എടുത്ത് വയ്ക്കുക. ഇതിലേക്ക് 2 മുട്ട ഉടച്ച് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബീറ്റ് ചെയ്തെടുക്കുക. ഇനി എല്ലാം ഇതുപോലെ അടുത്തടുത്ത് വയ്ക്കുക. അതിനുശേഷം മുട്ട കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അത് ഈ പൗഡറിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടിയിലേക്ക് മിക്സ് ചെയ്ത ശേഷം മുട്ടയിലോട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലോട്ട് വെക്കുക. ഞാനിതുപോലെ എല്ലാം ബ്രെഡ് ക്രംസിലോട്ട് മുക്കി ഇതുപോലെ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അടി ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം.
ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്.